കടുത്ത ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ദേശീയപാത 66 കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നു. ടോൾ പ്ലാസ 2 ദിവസത്തിനകം അടച്ചുപൂട്ടാനുള്ള ഫയലിൽ നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. ടോൾ അടച്ചുപൂട്ടുന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. നിരവധി തവണയായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അവിടെ ടോൾ പ്ലാസ അടയ്ക്കുക എന്നത്. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയായ ശേഷം, അത്യാവശ്യ സൗകര്യങ്ങൾ ലഭ്യമായ ശേഷം മാത്രം ടോൾ പിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിവേഗം ആ കാര്യങ്ങളിലേക്ക് ഒപ്പിട്ടിരിക്കുന്നു. ടോൾ പ്ലാസ അടയ്ക്കാൻ തീരുമാനമായി. വലിയ പ്രക്ഷോഭങ്ങളും നടന്നിരുന്നല്ലോ. എന്താണ് വിശദാംശങ്ങൾ? മോത്തി പറഞ്ഞതാണ് യാഥാർത്ഥ്യം. കാരണം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ അത് പല രീതിയിൽ ഏറ്റവും അവസാനം ദേശീയപാത ഉപരോധമടക്കമാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് NHAI ഉയർത്തിപ്പിടിച്ച അവകാശവാദങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് ഇന്ന് പുറത്തു വരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് കുമ്പള ആരിക്കാടിയിലെ ടോൾ ബൂത്ത് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. 2 ദിവസത്തിനകം 48 മണിക്കൂറിനകം പൂർണ്ണമായും ടോളുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസും അതോടൊപ്പം തന്നെയുള്ള ഉപകരണങ്ങളും പൂർണ്ണമായി ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റി പഴയ സ്ഥിതിയിലേക്ക് തന്നെ ഈ ഭാഗത്ത് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമരരംഗത്ത് ആദ്യഘട്ടം തൊട്ട് തന്നെ സമരസമിതിയെ പോലും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറി നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു BJP. എന്നാൽ ഈ രീതിയിൽ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നു എന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇത് തങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ് എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ച് അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലേക്ക് BJP കടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് K. സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത ഉയർന്നു വരുന്നതിനിടയിൽ തന്നെയാണ് ഈ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നിലവിൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളുടെ ചാർജാണ് K. സുരേന്ദ്രനുള്ളത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിലൊക്കെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. എന്നാൽ ഇത് സമരസമിതിയുടെ വിജയമാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് ഇവിടെയുള്ള മറ്റ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ക്ലബ്ബുകളും സാധാരണക്കാരായ നാട്ടുകാരെല്ലാം തന്നെ. അത് ഇന്നലെയുണ്ടായ ആഹ്ലാദ പ്രകടനത്തിലൊക്കെ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, പടക്കം പൊട്ടിക്കുന്നു, നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് മുഴുവൻ അവർ നന്ദി അറിയിക്കുന്നു. കേന്ദ്ര സർക്കാരിന് NHAIക്കൊടുവിൽ ജനകീയ പ്രക്ഷോഭത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വരുന്നു എന്നവർ ആവർത്തിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇതിപ്പോൾ അതോടൊപ്പം തന്നെ AK അഷ്റഫ് MLAയുടെ വിജയം എന്നതാണ് യാതൊരു സംശയവുമില്ലാതെ മുഴുവൻ BJP എതിരമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ പറയുന്നത്. ഇന്നെന്തായാലും K. സുരേന്ദ്രനും AK അഷ്റഫ് MLAയും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇനി എന്തായാലും അതൊരു തിരഞ്ഞെടുപ്പ് സമയത്തെ, കാരണം ഇവിടെ നിലവിലുണ്ടായിരുന്ന ടോൾ ബൂത്ത് പോലെയല്ല. ഇനി ഇവിടുന്ന് ടോൾ ബൂത്ത് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാലും ഇത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് കാസർഗോഡ് ജില്ലയിൽ ഉടനീളം വലിയ ചർച്ചയാവാനുള്ള, വലിയ പ്രചരണ വിഷയമാവാനുള്ള ഒരു സാധ്യതയുള്ള സാധനം തന്നെയാണ് ഈ ടോൾ ബൂത്ത്, കുമ്പളയിലെ ടോൾ ബൂത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അത് ഇനി അതിൻ്റെ ക്രെഡിറ്റ് ആര് ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ ചർച്ചകൾ മറിയേണ്ടതായുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വലിയ തോതിൽ ആ രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോൾ ഒരു ചൂടൻ ടോപ്പിക് തന്നെയായിരിക്കും മോദി. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാം ഇവരെന്തൊക്കെയാണ് ഈ സംഭവത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ എന്താണ് എന്ന് സാരംഗ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിലെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം ഈ ടോൾ പ്ലാസ പെട്ടെന്ന് അടയ്ക്കാനുള്ളൊരു തീരുമാനം ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ അത് BJPയുടെ ഒരു അപ്പർ ഹാൻഡായി തോന്നുന്നു. BJPയുടെ അപ്പർ ഹാൻഡായി പറഞ്ഞുകൊണ്ട് K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ തരത്തിൽ പ്രചാരണം നടത്തുന്നു. ഒപ്പം അവിടെ നിന്ന് AK അഷ്റഫിൻ്റെ ശ്രമഫലമായാണ് ഇത് ഉണ്ടായത് എന്ന് പറയുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷ പ്രകടനവും ആഹ്ലാദവും ഒക്കെയാണ് നടക്കുന്നത്. ഏതായാലും ഗുണം കിട്ടിയത് ജനങ്ങൾക്കാണ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ നോക്കിക്കോളൂ, അല്ലേ? സാരംഗിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.